ചക്ക സീസണായിട്ട് ചക്ക വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കിയില്ലെങ്കിൽ പിന്നെ ചക്കയ്ക്ക് അതൊരു അപമാനമാവൂലേ. അപ്പം നമുക്ക് ചക്ക വെച്ച് ഒരു അട അങ്ങ് ഉണ്ടാക്കാം. വേണ്ട, ചക്ക അടയുടെ പുതിയൊരു വെർഷൻ, അതായത് ചക്ക പുഡിങ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒബ്വിയസ്ലി നമുക്ക് വേണ്ടത് ഒരു 25 ചക്കച്ചുളയാണ് വേണ്ടത്. കുരുവില്ലാത്ത ചക്ക 25 പീസ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലിട്ട് ഒന്നടിച്ച് ഇങ്ങനെ ഒരു പേസ്റ്റാക്കി ഒന്ന് എടുക്കണം. ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ചക്ക വീട്ടിലില്ലാത്തവരെന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല, വെറുതെ ഇത് നോക്കിക്കൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഈ അരച്ച് വെച്ച ചക്ക എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്രം എടുക്കണം. പാത്രം എടുത്തിട്ട് അതിലേക്ക് ഈ സാധനം ഒന്ന് വിട്ടു കൊടുക്കണം. അതായത് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ചക്ക അതിലോട്ട് ഇട്ട് കൊടുക്കണം. ഞാൻ ഗ്യാസ് കത്തിക്കാൻ മറന്നുപോയി. അത് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. ഞാൻ പിന്നീട് ഗ്യാസ് കത്തിച്ചു, അതാരും കണ്ടില്ല. അത് കാണാൻ പറ്റില്ല, കാരണം ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. അപ്പം ഞാൻ എന്തായാലും നമ്മുടെ പുഡിങ്ങിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു സാധനം എന്തായിരിക്കും? കോൺഫ്ലോർ. അപ്പോൾ 1/2 ബൗള് കോൺഫ്ലോറാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ആ കോൺഫ്ലോർ ഒന്ന് വെള്ളത്തിൽ ചാലിച്ച് എടുത്ത് വെക്കണം. അപ്പോഴേക്കും നമ്മുടെ ചക്ക ഒരുവിധം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഒരു വിധമേ വെന്തിട്ടുള്ളൂ, അതായത് ഒരുപാട് ഇതിന് വേവേണ്ട ആവശ്യമില്ല. ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തില്ല അടി പിടിച്ചിട്ട് അവസാനം എന്നെ ഒന്നും പറയരുത്, കാരണം ഇത് അടി പിടിച്ച ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പം നല്ലോണം പേസ്റ്റാക്കി വെച്ചേക്കുന്ന ചക്ക നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇളക്കി കൊടുത്ത ചക്കയിലോട്ട് നമ്മൾ ഇനി അടുത്തതായിട്ട് എന്തായിരിക്കും ആഡ് ചെയ്യുന്നത്? അതെ, നിങ്ങൾ ഉദ്ദേശിച്ച അതേ സാധനം തന്നെ. ഞാൻ കലക്കി വെച്ചേക്കുന്ന കോൺഫ്ലോർ ഇങ്ങനെ നല്ല ലിക്വിഡ് ഫോമിലാക്കിയിട്ടുണ്ട്. കോൺഫ്ലോറിന് അതിന് അങ്ങനെ ഒഴിച്ചു കൊടുക്കും. അപ്പം ഇത് കാണുമ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത് തേങ്ങാപ്പാലാണെന്ന് വിചാരിച്ചിട്ട്, കാരണം ഇത് തേങ്ങാപ്പാൽ പോലെ ഇരിക്കുമെങ്കിലും അത് കോൺഫ്ലോറാണ്. കോൺഫ്ലോർ ഇട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം. ഇളക്കി ഈ ഒരു ഫോമിൽ എത്തിക്കണം. അതായത് വെള്ളം ഒരുപാടാവാനും പാടില്ല, എന്നാൽ വെള്ളം വേണം. അങ്ങനെ ആ ഒരു ഫോമിൽ എത്തിക്കുമ്പോൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. എൻ്റെ ചക്കയ്ക്ക് നല്ല മധുരം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ 2 ടീസ്പൂൺ പഞ്ചസാര മാത്രമേ ആഡ് ചെയ്തുള്ളൂ. നിങ്ങളുടെ ചക്കയുടെ മധുരം അനുസരിച്ചിട്ട് വേണം ഇത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ പണി കിട്ടും. എന്നിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. കുറച്ച് നമ്മുടെ ടേസ്റ്റിന്, ചിലപ്പോൾ നെയ്യ് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും, അങ്ങനെയുള്ളവർ ഇത് സ്കിപ്പ് ചെയ്യാം. ഇത് നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവമൊന്നുമല്ല. അപ്പം നെയ്യ് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം വീണ്ടും നല്ലോണം ഇളക്കണം. അപ്പോൾ ഈ നെയ്യുടെയും ചക്കയുടെയും ഒക്കെ ഇങ്ങനെ ഒരു സ്മെല്ല് നല്ലോണം കിട്ടും. അപ്പോൾ ആ ഒരു സ്മെല്ല് കിട്ടിക്കഴിയുമ്പോൾ നമുക്കത് ഈ ഒരു ഫോമിൽ, അതായത് നമ്മുടെ സ്പൂണിൽ നിന്ന് വിട്ട് വരാത്ത രീതിയിൽ ചക്ക നിൽക്കണം. ആ ഒരു ഫോമിൽ എത്തുന്നവരെ നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കണം. അപ്പോൾ ചക്ക സെറ്റായിട്ടുണ്ട്. ചക്ക സെറ്റായ ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മൾ പുഡിങ് റെഡിയാക്കാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആ പാത്രം എടുക്കുക. കുറച്ച് നെയ്യല്ല എന്നുണ്ടെങ്കിൽ പച്ച വെളിച്ചെണ്ണ ആഡ് ചെയ്താലും മതി. ഞാൻ പച്ച വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്തത്. പച്ച വെളിച്ചെണ്ണ ഇട്ട് നല്ലോണം ഒന്ന് ചുറ്റിച്ചെടുക്കണം. ചുറ്റിച്ചെടുത്തതിലേക്ക് നമ്മുടെ ഈ സാധനം, അതായത് ഈ വേവിച്ച ചക്ക അതിലോട്ടൊന്ന് വെക്കണം. ചക്ക വെച്ച ശേഷം നമ്മളൊന്ന് ഫില്ല് ചെയ്ത്, അതായത് നമുക്ക് നമ്മുടെ ഭംഗിക്ക് വേണ്ടിയിട്ട്, നമ്മുടെ റെസിപ്പിയുടെ പരിപാടികൾ ഇതൊക്കെ ഉള്ളൂ. നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മളതിന് ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കും. ഇങ്ങനെ ചെയ് ബാബു, ഇങ്ങനെ ചെയ്. ഇപ്പോൾ ഇതാർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ഓർമ്മ വന്നെങ്കിൽ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ പുഡിങ്ങൊക്കെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് പുഡിങ് ഒരു റൂം ടെമ്പറേച്ചറിലായ ശേഷം ഒന്ന് ഫ്രിഡ്ജിലോട്ട് വെക്കണം. ഫ്രിഡ്ജിലോട്ട് വെച്ച പുഡിങ്ങിന് നമ്മളിത് ഇങ്ങനെ തണുപ്പിച്ച് നല്ല ഐസായ ശേഷം ഇനി നമുക്ക് ചൂടോടെ കഴിക്കണമെങ്കിൽ ചൂടോടെ കഴിക്കാം. പക്ഷേ അത് പുഡിങ് ആവില്ല, അത് ചക്ക വരട്ടിയത് മാത്രമേ ആവുള്ളൂ. നമ്മുടെ പുഡിങ് ഇപ്പം ഇങ്ങനെ ആയിട്ടുണ്ട്. അത് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കണം. അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ്.